ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. പിന്നെ ഇന്ന് ഞാൻ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. മോളുടെ യൂട്യൂബിൽ ഞാനുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഓൾക്ക് ക്ലാസ്സും ജോലിയൊക്കെ ശരിയായിട്ടുണ്ട്. അപ്പോൾ ആ ജോലിക്ക് രാവിലെ പോയിട്ട് വൈകുന്നേരം വരുമ്പോഴേക്കും നമുക്കൊരു വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ജലദോഷം ചുമക്കായ കാരണം സൗണ്ടിന് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനെന്താ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് വയ്യാതായപ്പോൾ കുറച്ച് നേരം വൈകിട്ടാണ് എണീറ്റത്. അപ്പോൾ ചോറിനൊക്കെ വെള്ളം വെച്ചു. ഇനി നമുക്ക് കറി എന്താ വെച്ചാൽ ഉണ്ടാക്കാനുള്ള പരിപാടിക്ക് നോക്കാം. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, കാരണം എന്താ വെച്ചാൽ വീഡിയോ വല്ലാണ്ട് ചെറുതായി പോകുന്നുണ്ടോ ഒരിതുണ്ട്, ക്ലിയർ ഇല്ലാണ്ടാവുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം എനിക്ക് ഫോണില്ല, എൻ്റെ ഫോൺ കേടായി കിടക്കുകയാണ്, നന്നാക്കിയിട്ടില്ല. അപ്പോൾ മോൻ്റെ ചെറിയ സെറ്റിലാണ് ഞാനിട്ടിട്ടുള്ളത്. ഓന് പുതിയ മേടിച്ചപ്പോൾ എൻ്റെ ചെറിയ ഫോണിലായിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം പോലെ നല്ലൊരു സെറ്റ് നിങ്ങൾ ഏതാണ് ഏറ്റവും വീഡിയോ എടുക്കാൻ ഏറ്റവും നല്ലതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഞാൻ അതിനനുസരിച്ച് ഞാൻ മേടിച്ചോളാം. ഇപ്പോൾ ഞാൻ ഓർക്കാപ്പുളിയുടെ കറി ഉണ്ടാക്കുന്നത്. ഈ ഓർക്കാപ്പുളിയുടെ കറി എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഓർക്കാപ്പുളിയുടെ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ അമ്മയുടെ ചാത്തൊരിക്കലിന് ഞങ്ങൾ വൃശ്ചികത്തിലെ നോലുമ്പിലാണ് വരുന്നത്. ഞങ്ങൾ ഇറച്ചി മീനൊന്നും വാങ്ങിക്കാറില്ല. പിന്നെ മകം ശബരിമലയ്ക്ക് പോകണ നോലുമ്പായതുകൊണ്ട് പ്രത്യേകിച്ചും. അപ്പോൾ അവർക്ക് ഞാനിന്ന് രാവിലെ തന്നെ കറണ്ട് പോകണത് പോലെ ഇങ്ങനെ തോന്നിയപ്പോൾ രാവിലത്തെ കറിക്ക് അരച്ച കൂട്ടത്തിൽ ഞാൻ കുറച്ച് കറിക്ക് വേണ്ടിയുള്ള തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തേങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും പെരുംജീരകം, ഒരു നുള്ളു പെരുംജീരകം, 2 ചെറിയ ഉള്ളിയും കൂടി കൂട്ടി അരച്ച് വെച്ചതാണ് കേട്ടത്. കുറച്ചുള്ളൂ, കാരണം നമുക്ക് ഇന്ന് ഉപയോഗിച്ചത് കറി നാളേക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോഴും കുറച്ച് കറിയാണ് വയ്ക്കാറ്. എപ്പോഴും കുറച്ച് വെച്ചാലും അത് കൂടിപ്പോവാറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കറി വെച്ചിട്ടുള്ളൂ കേട്ടോ. അന്നാണെങ്കിൽ തികഞ്ഞതുമില്ല. അപ്പോൾ അതാണ് നമ്മൾ ചട്ടിയൊക്കെ കഴുകി കുടന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഇതിപ്പോൾ ഒറ്റയ്ക്ക് വീഡിയോ എടുത്തരാൻ എനിക്കൊരാളില്ലാഞ്ഞിട്ടാണ് കേട്ടോ. എനിക്കിങ്ങനെ ഒരാൾ വീഡിയോ എടുക്കാണ്ടെങ്കിൽ അതിനനുസരിച്ച് നല്ല ക്ലിയറിലെടുക്കാം. പക്ഷേ അത് ക്ലിയർ ഇല്ലാത്ത ഫോണാണ്. ഞാനുള്ള ലൈറ്റ് മുഴുവൻ കൂട്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ പറയണം. ഇങ്ങനെ ഈ വീഡിയോയിൽ ഈ ക്ലിയർ ഇല്ലാത്ത ഫോണിൽ നിങ്ങൾ യൂട്യൂബ് എടുക്കണ്ട, ഫോണൊക്കെ മേടിച്ചിട്ട് എടുത്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ചെയ്യാം. അതല്ല കുഴപ്പമില്ല, ഉള്ളതുപോലെ എടുത്തോ, താൽക്കാലികത്തിന് പിന്നെ പുതിയ സെറ്റ് കിട്ടുമ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കണം. അപ്പോൾ ഞാനിതാ അങ്ങനെ വീഡിയോ എടുത്തെന്ന് വിചാരിച്ച് നിങ്ങളാരും ലൈക്ക് ചെയ്യാതെയും കമൻറ്റ് ചെയ്യാതെയും ഷെയർ ചെയ്യാതൊന്നും പോകരുത്. മറക്കാതെ അതെല്ലാം ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതാ ഞാൻ ചട്ടിയിൽ 2 തക്കാളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഓർക്കാപ്പുളി പുളിക്കനുസരിച്ച്, ഒരുപാട് പുളി വേണമെന്നുണ്ടെങ്കിൽ ഇടാം. ഇതിൽ പുളി എക്സ്ട്രാ വേറെ ചേർക്കണമൊന്നുമില്ല, ഈ ഓർക്കാപ്പുളിയുടെ പുളി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓർക്കാപ്പുളിയുടെ പുളി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓർക്കാപ്പുളിയുടെ പുളി ചേർക്കാം കേട്ടോ, കൂടുതൽ പുളി ചേർക്കാം. ഇവിടെ ഞാൻ കൂടുതൽ കറി വയ്ക്കാത്തതുകൊണ്ട് കുറച്ച് കറി വയ്ക്കുന്നതുകൊണ്ട് ഞാനൊരു 8-10 ഓർക്കാപ്പുളി എടുത്തിട്ടുള്ളൂ. അത് പാകം പുളിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ അതിലോട്ട് ഓർക്കാപ്പുളി, തക്കാളി, 2 തക്കാളി, ഓർക്കാപ്പുളി, പിന്നെ 1-2 പച്ചമുളക്, ഇത് മാത്രമാണ് ആദ്യം ഇടുന്നത്. പിന്നെ ഓർക്കാപ്പുളി ചിലർ പറയും കൂട്ടാൻ പാടില്ല, ഓർക്കാപ്പുളി കൂട്ടിയാൽ ഇന്ന അസുഖം വരും എന്നൊക്കെ പറയട്ടാ. അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. ഓർക്കാപ്പുളി കൂട്ടിയാൽ എന്ത് വരും എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഓരോരുത്തർ പറയണത് ഞാൻ കേൾക്കാറുണ്ടെന്നേ ഉള്ളൂ. അതിനെ പറ്റിയിട്ടുള്ളതൊന്നും ഞാൻ ഇതുവരെ അറിയാൻ പോയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക കേട്ടോ. പക്ഷേ ഇതിൻ്റെ കറി ഒരു 1.5 കറി തന്നെയാണ് കേട്ടോ. നന്നല്ലെങ്കിലും നന്നാണെങ്കിലും ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. മാന്തൾ കറി ഉണ്ടാക്കി നിങ്ങൾ എങ്ങനെയാണ് കഴിക്കാറ് അതുപോലെ ഉണ്ടാവും. മാന്തളിന് പകരം ഓർക്കാപ്പുളി ഇടുന്നതെന്നുള്ളൂ കേട്ടോ. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഈ കറി കണ്ടിട്ട് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, എന്നെ മുന്നിലേക്ക് എത്തിക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ. അപ്പോൾ അതാ ഞാൻ 2 തക്കാളി, അപ്പോൾ 2 തക്കാളി, ഒരു 2 പച്ചമുളക്, ഒരു 5-10 ഓർക്കാപ്പുളി അതിട്ടിട്ടുണ്ട്. പിന്നെ പാകത്തിന് 1 സ്പൂണ്, ഞാൻ താൽക്കാലികത്തിന് 1 സ്പൂൺ ഉപ്പിട്ടിട്ടുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇടാം. പിന്നെ ഒരു
അര ടീസ്പൂണോളം. എൻ്റെ സ്പൂൺ ഇങ്ങനത്തെ സ്പൂണായതുകൊണ്ടാണ്. നിങ്ങളുടെ സ്പൂൺ എങ്ങനെ ഓരോരുത്തരുടെ വീട്ടിലും ഓരോരോ പാത്രത്തിൽ ഓരോരോ മോഡൽ സ്പൂണായിരിക്കും. അതിൻ്റെ അളവ് അവിടുത്തെ വീട്ടമ്മമാർക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ മൂടിക്കനുസരിച്ചുള്ള അളവാണ് ഞാൻ പറഞ്ഞത്. മുക്കാൽ ഭാഗത്തോളം മഞ്ഞൾപ്പൊടി. മാന്തൽ കറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മഞ്ഞ നിറം കൂടുതലുണ്ടാവും, ചുവപ്പ് നിറം ഉണ്ടാവില്ല. അപ്പോൾ മുളക് പൊടി നമ്മൾ കുറയ്ക്കും. അപ്പോൾ അതിൽ കൂടുതലായിട്ട് 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി. എൻ്റെ മുളക് തീർന്നു പോയിട്ടാണ്, അപ്പോൾ ഞാൻ പൊടിപ്പിച്ചിട്ടില്ല. താൽക്കാലികത്തിന് മുളക് പൊടി കവറ് മേടിച്ചതാണ്. അപ്പോൾ മല്ലിപ്പൊടി ഉണ്ട്. മല്ലിപ്പൊടി 1 ടീസ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളും കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു പിഞ്ച് ഇങ്ങനെ. അപ്പോൾ നമ്മൾ കൂടുതൽ മല്ലിപ്പൊടി ഇടുന്നില്ല, 1 ടീസ്പൂൺ ഇടുമെന്നുള്ളൂ. 1-1.25 ഉള്ളിൽ ഇടാം. നമുക്ക് കൂടുതൽ കറി വയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 1.5, 2 ഒക്കെ ഇടാം കേട്ടോ. ഇത് ഞാനൊരു കുറച്ച് കറിയിൽ വയ്ക്കുന്നു, നിങ്ങൾ കാണും ആ ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ ഇടാം. പിന്നെ നമ്മൾ ഏതൊരു അമ്മമാരും വീട്ടിലെ പാചകം ചെയ്യുമ്പോൾ 1 ടീസ്പൂൺ എന്ന് പറഞ്ഞാലും അതിൻ്റെ ഉള്ളിലേക്കൊരു ഉള്ളും കൂടി കൂടുതലിടും. അതവരെ തൃപ്തിക്ക് വേണ്ടി ഇടുന്നതാണ് കേട്ടോ. ഇട്ട് വെച്ച് കൂടുമൊന്നുമില്ല, ഒരു നുള്ളി ഇടുള്ളൂ. അതിട്ടു. പിന്നെ നമ്മളിതാ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് കൈ കൊണ്ട് നമ്മൾ നല്ലോണം തിരുമ്മണം. കാരണം അങ്ങനെ വെക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് തോന്നുന്നത്. പക്ഷെ ചിലവർക്ക്, ചില ചേച്ചിമാർക്കല്ല, വീട്ടിൽ ഏട്ടന്മാർക്കൊക്കെ കൈ കൊണ്ട് അങ്ങനെ ഞൗണ്ടുന്നത് ഇഷ്ടാവില്ല. പക്ഷെ ഞൗണ്ടിയിട്ട് അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി തിരിഞ്ഞതിൻ്റെ ശേഷം വെക്കുമ്പോൾ ആ ഒരു ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് കൂടും എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ പഴയ അമ്മമാരൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്നാമത് തക്കാളി പച്ച തക്കാളിയാണ്, പരിപ്പാവുന്നുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ഈ ഓർക്കാപ്പുളി വെന്തും പോവും, തക്കാളി വേവാതെയും പോവും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ട്. തക്കാളിയുടെ ടേസ്റ്റ് കിട്ടില്ല, പൊന്തിങ്ങനെ കിടക്കും. അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് കൈ കൊണ്ട് മാക്സിമം ഞോണ്ടി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഗ്യാസ് മിക്കം കയറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് അടച്ച് വയ്ക്കുക. എന്നിട്ട് അതവിടെ കിടന്നങ്ങ് അടച്ചു. ഇനി അതിൻ്റെതായ ആ സമയത്ത് അത് വേട്ടെ. പിന്നെ ചോറിന് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്, അരിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇളക്കി അത് വെന്തോ നോക്കാം. പിന്നെ നമുക്കിനി മുരിങ്ങൻ്റെ ഉപ്പേരി ഉണ്ടാക്കണം. അതിലേക്ക് കുറച്ച് തേങ്ങയും അതിന് വേണ്ട സാധനങ്ങളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കണം. അപ്പോൾ നമ്മൾ കറി ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മൾ ഈ മാന്തൽ കറിയൊക്കെ വെക്കില്ല, അതിൻ്റെ അതല്ല. അപ്പോൾ മാന്തൽ കിടക്കുന്നത് പോലെ കിടക്കൂട്ട ഈ ഒരു സാധനം. നല്ല ടേസ്റ്റാണ്. വെച്ച് നോക്കിയിട്ടുണ്ടാവും പലവരും. എല്ലാ വീട്ടിലെ അമ്മമാരും എന്നെ പോലെ തന്നെയാണല്ലോ വെക്കുന്നുണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചെറിയ ഉള്ളി ഒരുവിധം ആയി തുടങ്ങി. കുറച്ച് വെളിച്ചെണ്ണേൻ്റെ ഒരു കുറവ് തോന്നിയിട്ടോ. അപ്പം ഞാൻ ലേശം കൂടി, നമ്മൾ ഇന്നലെ പപ്പടം കാച്ചിയിട്ട് വെച്ചിരുന്ന വെളിച്ചെണ്ണ താഴത്ത് വെച്ചാൽ എന്തെങ്കിലും ജന്തുക്കൾ തട്ടിയിട്ട് ഇനി പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇന്നിപ്പോൾ ഞാൻ എടുത്തിട്ട് ഈ ഉള്ളി വറവിടണത്. പിന്നെ അപ്പോൾ അത് ചേർത്ത് വിട്ടാൽ കുറച്ച് വെളിച്ചെണ്ണ വേണം കറിയാൽ. അപ്പോൾ ഞാൻ ലേശം ചേർത്ത് കൊടുത്തു. ബാക്കി വന്ന ബാലൻസ് ഞാൻ ഇതേപടി ഇവിടെ തന്നെ വെക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയൊക്കെയാണ്. അപ്പോൾ നമുക്ക് പൊടിയായാലും കളയാൻ പറ്റില്ലല്ലോ, കാരണം നമ്മൾ അങ്ങനെ ജീവിക്കുന്നവരല്ലേ. അപ്പോൾ നമുക്കതിൻ്റെ സ്പീഡൊന്ന് കൂട്ടി കൊടുത്തിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഈ സ്പീഡ് കൂട്ടുന്നതിന് മുൻപ് തന്നെ അപ്പോൾ നമ്മൾ ഒരു ഇങ്ങനെ ബ്രൗൺ നിറമായിട്ട് ഒരു 3/4 സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളിയുടെ. അപ്പോൾ നമ്മൾ 5, 8, 10 മണി ഒരു ഇത്രയ്ക്ക് ഇടുന്നുള്ളൂ കേട്ടോ. നിറയെ പാത്രത്തിലുണ്ടായിരുന്നു. സ്പൂൺ എടുത്ത് കാണിച്ചു തരാൻ പറ്റില്ല, സ്പൂൺ അതിൻ്റെ അടിയിലായിപ്പോയി. അപ്പോൾ കറിവേപ്പില ഇട്ടു. അപ്പോൾ ചെറുള്ളിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 2 മണി ഉലുവയും ഒരു പിടി കറിവേപ്പില ഇട്ടു. ഒന്ന് ഇതൊന്ന് മൊരിയണ മാതിരി, ഉലുവ ഒന്ന് മൊരിയണ ഇതിൽ ഒന്ന് ചൂടാക്കിയിട്ടാണ്. എന്നിട്ട് നമ്മൾ കറി പൊതുവെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കറി എരിവുണ്ടെങ്കിൽ നമ്മളിത് വറവിടുമ്പോൾ ഒരു ഉള്ള മുളക് പൊടി ചേർക്കുക, അത് വേറെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മുളക് പൊടിയും ചേർത്തതിന് ശേഷം കറി നല്ല എരിവുണ്ടെങ്കിൽ നമ്മൾ ആ മുളക് പൊടിക്ക് പകരം കാശ്മീരി മുളക് പൊടി നുള്ളിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് എൻ്റെ കറി എരിവ് കുറവായതുകൊണ്ട്, മേടിച്ച മുളക് പൊടി എരിവ് കുറവാണ്. അപ്പോൾ ഞാനതിട്ടിട്ട് ഇളക്കിയതിന് ശേഷം നമ്മളതൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ
അപ്പോൾ പച്ചക്കുത്ത് മുളക് പൊടിയുടെ പച്ചക്കുത്ത് മാറിയതിന് ശേഷം ഞാൻ അതിലോട്ട് ചീനച്ചട്ടി നല്ല ചൂടുള്ള ചീനച്ചട്ടി ആകുമ്പോൾ നല്ല ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ആ ചൂടിലേക്ക് കിടന്നിട്ട് മുളക് പൊടി ഒന്ന് ആയതിന് ശേഷം നമ്മൾ ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടാ. അപ്പോൾ നമ്മൾ വറവിട്ടത് നമ്മളതിലോട്ട് ചേർത്ത് കൊടുത്തു. നന്നായി ഒന്ന് ഇളക്കി ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇങ്ങനെയാണ് നോക്കൂ, നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല കാണാനും നല്ല ചൊക്കില്ലേ, നല്ല ടേസ്റ്റ് ഉള്ളതുപോലെ തന്നെ നല്ല രസം കാണാനും. പക്ഷേ ശരിക്കൊരു മീൻകറി എങ്ങനെയാണ് അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. ഒന്ന് വെച്ച് നോക്കുകൊണ്ടു, എന്നിട്ട് നിങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എങ്ങനെയുണ്ടെന്നുള്ളത്. ചിലപ്പം ഇതിന് മുൻപ് തന്നെ ചിലവരുണ്ടാക്കിയിട്ടുണ്ടാവും. ഇതിപ്പോൾ പപ്പടം കാച്ചാൻ പോവുകയാണ് ഞാൻ. സൗണ്ട് കുറച്ച് വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ സൗണ്ടിനൊരു ഇതുള്ള സൗണ്ട് തന്നെയാണ്, എങ്കിലും കുറച്ചും കൂടി സൗണ്ട് വ്യത്യാസം വന്നു. അപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കറി, ചോറ്, ഉപ്പേരി, പപ്പടം, അച്ചാർ ഒക്കെ ആയിട്ടുണ്ട്. പപ്പടം കാച്ചിയതിന് എടുക്കാൻ പറ്റില്ല, എനിക്ക് ഫോണിൽ ചാർജ് തീർന്നു. അപ്പോൾ ചൂടായി വെച്ചപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. പിന്നെ ഇതൊക്കെ എടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് തിരുമ്പാനുണ്ടായിരുന്നു വാഷിംഗ് മെഷീനിലേക്ക്. അപ്പോൾ പോണതിന് മുന്നേ വേഗം വാഷിംഗ് മെഷീനിൽ തിരുമ്പാനൊക്കെ ഇട്ടു. പിന്നെ തിരുമ്പൽ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. പിന്നെ ഇത് ഞാൻ ലൂണയ്ക്ക് ഫുഡ് ഉണ്ടാക്കി. ഒരു ബിസ്ക്കറ്റാണ്, അത് പൊടിച്ചിട്ട് മിക്സിയിൽ പൊടിച്ചിട്ട് നമ്മൾ പാലിൽ കലക്കി, ഞാൻ കുറേ ചെറിയ കുട്ടിയാകുമ്പോൾ കൊണ്ടുവന്ന സമയത്ത് പാലിലാണ് കലക്കി കൊടുത്തിരുന്നത്. ഇപ്പോൾ പാലൊക്കെ ഒഴിവാക്കി വെറും ചൂടുവെള്ളത്തിൽ നമ്മൾ പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് ചൂടുള്ള വെള്ളം ഗ്യാസും വെച്ച് കലക്കി ചൂടാക്കിയിട്ട് ഫാനിലോട്ട് വെച്ച് ചൂടാറിയതിന് ശേഷം കൊടുക്കാറുള്ളൂ. ചെറിയ കുട്ടിയല്ലേ, 4-5 മാസം ആവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം കൊടുക്കുകയാണ് ഞാൻ കേട്ടോ. ഭക്ഷണം കൊടുത്ത് അപ്പിടിപ്പിക്കൽ കഴിഞ്ഞിട്ട് വേണം കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ വണ്ടിയിൽ ഒന്നാകെ ഇരപ്പാക്കും. അതാ അവന് രുചിയുടെ കൂടെ അവനെ കണ്ടപ്പോൾ നടന്നു പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ കൂടെ കിടക്കും, ഇരിക്കും. പിന്നെ ഇതാ ഞാനതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അടിക്കാനുണ്ട്, അടിച്ചൊരു തുടയ്ക്കാനുണ്ട്. അടിച്ചൊരു തുടയ്ക്കുന്ന അരിയിലാണ് കുറച്ച് പൊരിയൊക്കെ ഉണ്ടായിരുന്നു. മുമ്പ് മലയ്ക്ക് പോയി വന്നിട്ട് ആ പൊരി ഊരിക്കണം. അപ്പോൾ ഊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടേബിളിൽ നിരത്തി വെച്ചതാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ വിചാരിച്ചു അടിച്ചോറിൽ കഴിഞ്ഞിട്ട് തുടയ്ക്കലും കഴിഞ്ഞിട്ട് ഓരി വെച്ച് കൊടുക്കാമെന്ന് കേട്ടോ. പിന്നെ അഥവാ മരുന്ന് കുടിച്ച് നല്ല ലീവ് ആയിട്ടുണ്ടെങ്കിൽ അത് അതേപടി അവിടെ ഇരിക്കും. ഇവരൊക്കെ പോകണതല്ലേ, ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത് അതേപടി അവിടെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് ഞാൻ ആവുന്നതിന് മുൻപ് തന്നെ അങ്ങനെ അടിക്കലും തുടയ്ക്കലും ഒക്കെ കഴിച്ചിട്ട് ഊരിക്കാൻ നിർത്തി. അടിച്ചോറിനെ കാണിക്കാനേ പറ്റിയിട്ടുള്ളൂ, തുടയ്ക്കുന്നത് കാണിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്കിത് ഒപ്പം കൊണ്ടെടുക്കാൻ പറ്റില്ലല്ലോ ഫോൺ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് അടിച്ചോരി കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ കുറച്ച് പൊരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പൊരി ഒന്ന് കൊടുക്കാനുള്ള ഓരോരോ വീടുകളിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. ഒന്ന് മുത്തച്ഛൻ്റെ വീട്ടിലേക്ക്, ഒന്ന് നാത്തൂൻ്റെ വീട്ടിലേക്ക്, തൊട്ടടുത്ത് തന്നെ നാത്തൂനുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക്, അവിടെ പിന്നെ ഇവിടെ ചെറുച്ചന്മാരുടെ വീട്ടിലേക്ക്, അമ്മാവന്മാരുടെ വീട്ടിലേക്ക്, അങ്ങനെ എല്ലാ വീടുകളിലേക്കും ഓരോരോ വീടിനെ കണക്കാക്കി നമ്മൾ എടുത്ത് വയ്ക്കും. അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ മോനോട് കുറച്ച് വീട് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാൽ കുറച്ച് വീടൊക്കെ കൊണ്ട് കൊടുത്തു. ബാക്കി തുളസിയുടെ വീട്ടിലേക്കും, അവിടെ മൂത്തച്ഛൻ്റെ വീടുണ്ട് വിജയേട്ടൻ എന്ന് പറഞ്ഞിട്ട്, അവരുടെ വീട്ടിലേക്കും, സൂര്യേട്ടൻ ഉണ്ണിയേട്ടൻ്റെ അമ്മാവൻ്റെ മോനാണ്, ഉണ്ണിയേട്ടൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ടാണ്, അവൻ്റെ വീട്ടിലേക്കും. അപ്പോൾ ഇതാ ഞങ്ങൾ അടിക്കലും തുടയ്ക്കലും ആരലും വൃത്തിയാക്കലും അതുപോലെ കൊടുന്ന പ്രസാദം കൊടുക്കലും ഒക്കെ കഴിഞ്ഞു. ലൂണയ്ക്ക് ഭക്ഷണം കൊടുത്തു. ലൂണായിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ, അവന് വാക്സിൻ അടിക്കാൻ. പിന്നെ എൻ്റെ മോളുടെ വീട്ടിലും പോകണം, പ്രസാദം കൊണ്ട് കൊടുക്കാനുണ്ട്. ഇതിന് ലൂണനെ വാക്സിൻ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയതിന് ശേഷമാണ് ഞങ്ങൾ എൻ്റെ മോളെ കൊണ്ടുപോകുന്ന വീട്ടിലും നാത്തുമാരുടെ വീട്ടിലും അനിയത്തിയുടെ വീട്ടിലൊക്കെ കൊണ്ട് കൊടുക്കാൻ പോയത്. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം എൻ്റെ ഫോണിൽ അറിയാമല്ലോ, എൻ്റെ ഫോൺ കേടാണ്. അപ്പോൾ കൂടുതൽ എടുക്കാൻ ബുദ്ധിമുട്ടാണ്, കുറച്ചൊക്കെ ഒഴിവാക്കേണ്ടി വന്നു.
ഇനി നമുക്ക് നല്ല സെറ്റ് എടുത്തിട്ട് ഫുള്ളായിട്ടുള്ളത് കാണാം കേട്ടോ. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ വന്നപ്പോൾ നഖം വെട്ടാണ്ട് നഖം കുറച്ച് കൂടുതൽ വന്നപ്പോൾ നഖം വെട്ടാൻ. അപ്പോൾ ഇതാ നല്ല സുഖത്തിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. 2 കൈ കൊണ്ടും ഇങ്ങനെ ചെവിടും കഴുത്തൊക്കെ പിടിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ സുഖത്തിലിരിക്കുക. ഇടയ്ക്ക് വേദന ആകുമ്പോൾ അവന് മാറുന്നുണ്ട്. പിന്നെ ഇതാ നല്ല സുഖത്തിൽ വന്നതിന് ശേഷം നല്ല സുഖത്തിൽ മലന്ന് കിടന്നുറങ്ങണം. വലിയ ഫാൻ കൊണ്ടിട്ട് കൊടുത്താൽ പോലെ സുഖത്തിൽ കിടന്നുറങ്ങുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.